എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാമത് വാക്യം വായിച്ച് ഇതിന് മുമ്പായി ഒരു വീഡിയോ ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് അല്പനിമിഷം കൂടെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് കർത്താവ് പറയുവാനിടയായിത്തീർന്നു. അതാണ് ക്രിസ്ത്യൻ ചർച്ച് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ സമയത്ത് അല്പമായിട്ട് ചിന്തിക്കുവാനിടയായിത്തീർന്നു. കർത്താവിൻ്റെ സഭ എന്ന് പറയുന്നത് സാർവത്രിക സഭയാണ്. അവിടെ സകല ഗോത്രത്തിൽ നിന്നും സകല ഭാഷയിലും സകല വംശത്തിൽ നിന്നും എല്ലാം ഉള്ളവർ, വീണ്ടെടുക്കപ്പെട്ടവർ അല്ലെങ്കിൽ വീണ്ടും ജന്മം പ്രാപിച്ചവർ, പുതുതായി ജനിച്ചവരെല്ലാവരും ആ കൂടെ ചേർന്നതാണ് വിശുദ്ധ സഭ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനിടയായിത്തീർന്നു. അർത്ഥാൽ പുതുജനനം പ്രാപിച്ചവർ ആണ് പുതിയ നിയമസഭയിലെ അംഗങ്ങളായിട്ട് ആയിരിക്കുന്നത്. അപ്പോൾ പുതിയ നിയമസഭ എന്ന് പറയുന്നത് കർത്താവിൻ്റെ രക്തത്താൽ ആണ് ആ പുതിയ നിയമം സ്ഥാപിച്ചതെന്നും ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് 1 കൊരിന്ത്യർ 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്കത് വളരെ വ്യക്തമായി 11:25 വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. തിരുവത്താഴ ആ സമയത്ത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് കർത്തൃമേശ ആചരിക്കുന്ന സമയത്ത് അത് വ്യക്തമായിട്ട് പറയുവാനിടയായി തീർന്നു. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് 26-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ പുതിയ നിയമത്തിനുള്ള രക്തമാണ് ഇതെന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ പുതിയ നിയമം സ്ഥാപിക്കപ്പെട്ടത് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിന്മേൽ പിടങ്ങി മരിച്ചപ്പോൾ ആ രക്തം കൊണ്ട് സ്ഥാപിക്കപ്പെട്ടതാണ്. അപ്പോൾ പുതിയ നിയമസഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ആ പുതിയ നിയമം സ്ഥാപിച്ചതും ആ സഭ സ്ഥാപിച്ചതും തൻ്റെ രക്തം ചൊരിഞ്ഞിട്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് തിരുവചനത്തിലൂടെ കഴിയുമ്പോൾ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതുപോലെ തന്നെ അത് യേശു ക്രിസ്തുവിൻ്റെ സഭയിലുള്ളവർ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവരാണെന്നും അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവർ കർത്താവിനുള്ളവരല്ലെന്നും ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. അത് നമ്മൾ വായിക്കുവാനിടയായി തീർന്നു. ആ വാക്യങ്ങളൊക്കെ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിൽക്കാത്തവരാരും ക്രിസ്തുവിൻ്റെ സഭയിലുള്ളവരല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിൽക്കുക എന്ന് പറയുന്നതും ക്രിസ്തുവിൻ്റെ ആത്മാവിലായിരിക്കുക എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതെങ്കിലും സഭാ സംഘടനയിൽ ഏതെങ്കിലും സംവിധാനത്തിൽ നമ്മളായിരിക്കുന്നു എന്നുള്ളതിൽ എല്ലാവർക്കും പറയുവാൻ കഴിയും, ഞങ്ങൾ ഇന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് ആയിരിക്കുന്നു എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ആക്ച്വലി നാം ക്രിസ്തുവിൻ്റെ സഭയിലുള്ളവരാകുന്നുവോ അതിലാണ് അഭിമാനിക്കുവാനുള്ളതും സന്തോഷിക്കുവാനുള്ളതും. ഇല്ലെങ്കിൽ നമ്മുടെ ആയുസ് വെറുതായി തീരുകയാണ്. ഒരായുസ് ദൈവം തന്നിരിക്കുന്നു, ഒരു ജീവിതമേ നമുക്കുള്ളൂ. അത് കർത്താവിൻ്റെ സഭയിലായിരിക്കുന്നു എങ്കിൽ അതിൽ വളരെ നമുക്ക് സന്തോഷിക്കുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവ്, അത് റോമാലേഖനം 8-ാം അധ്യായം 9-ാമത് വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവർ അവനുള്ളവരല്ല. അതെന്തുകൊണ്ടാകുന്നു എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഇതൊക്കെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ലോകത്തിലെ സംവിധാനങ്ങൾ അവരവർക്ക് വേണ്ടി ക്രമീകരിക്കപ്പെട്ടതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നതും കൊണ്ടുണ്ടാക്കിയെടുത്ത ആ ഉപദേശ രൂപമൊന്നുമല്ല ക്രിസ്തുവിൻ്റെ സഭയിലുള്ളവർക്ക്. അവരനുഗമിക്കേണ്ടതും അവരനുധാവനം ചെയ്യേണ്ടത്, അവർ പഠിക്കേണ്ടത്, അവർ പഠിപ്പിക്കേണ്ടതൊക്കെ ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ചിട്ടായിരിക്കണമെന്ന് തിരുവചനത്തിലുണ്ട്. അതറിഞ്ഞേ പറ്റുള്ളൂ, അതറിയണം, തീർച്ചയായും അതറിഞ്ഞിരിക്കണം. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവിൽ നാം ആയിരിക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴാണ് സംഭവിച്ചത്? യേശു ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചപ്പോൾ ഒരു പുതുജനനത്തിലേക്ക് നാം എന്നെത്തി. എന്നാണ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചത്? എന്നാണ് ദൈവത്തിൻ്റെ സഭയിലായത്? അന്ന് എന്തായി തീർന്നു? യേശു നമ്മുടെ ഉള്ളത്തിൽ വന്നെങ്കിൽ യേശു ആരാണ്? അതിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. പിന്നെ ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. എന്നും പറഞ്ഞാൽ സാക്ഷാൽ ദൈവമായിരുന്നവൻ മനുഷ്യവേഷമെടുത്ത് ഭൂമിയിലേക്ക് കടന്നു വന്നു. അപ്പോൾ ആ യേശുവിനെ നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത് ആരാണ്? ദൈവമാ വരുന്നത്, അല്ലെങ്കിൽ ആത്മാവാ വരുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവാ വരുന്നത്. ഏത് വന്നാലും ഒറ്റ ദൈവമേ ഉള്ളൂ. ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് ഒരു വാക്യം കൂടെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത് 1 യോഹന്നാൻ 2-ാം അധ്യായം 27-ാമത്തെ വാക്യം. ഞാനതിവിടെ വായിക്കാം. അവനാൽ പ്രാപിച്ച അഭിഷേകം
നിങ്ങളിൽ വസിക്കുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം. അപ്പോൾ യേശുക്രിസ്തുവിനാൽ പ്രാപിച്ച ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അഭിഷേകം എവിടെ വസിക്കുന്നു? നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവുള്ളവരെ ദൈവം തന്നെ ഉപദേശിക്കുന്നു. അപ്പോൾ കർത്താവാണ് നമ്മൾ ഉപദേശിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ ഉപദേശമാണ് നമ്മൾ നിൽക്കേണ്ടത്. അത് എവിടുന്ന് കിട്ടുമെന്നൊക്കെ ചോദിച്ചാൽ അത് ഇവിടെ തന്നെ ഉണ്ട്, ഈ വചനത്തിലുണ്ട്. ഈ വചനമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ, എവിടെയാണ്? മത്തായി സുവിശേഷം 11-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ പറഞ്ഞില്ലേ, ഞാൻ താഴ്മയും സൗമ്യതയും ഉള്ളവനാകയാൽ എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്താൻ പറ്റും. അപ്പോൾ സത്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിൽ നിന്ന് പഠിക്കണം. യേശു ക്രിസ്തുവിലൂടെ വേണം നാം പഠിക്കുവാനായിട്ട്. പക്ഷെ അവൻ്റെ മുഖമേക്കണം, എന്നിട്ട് യേശു ക്രിസ്തുവിൽ നിന്ന് പഠിക്കണം. അപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യവാക്യം ഞാൻ വായിച്ച് അവസാനിപ്പിക്കട്ടെ. അതുകൊണ്ട് ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. പിന്നെ ഏതെങ്കിലും എന്താണ് കള്ള ഉപദേശകന്മാരോ കള്ളപ്രവാചകന്മാരോ ഈ അർത്ഥത്താൽ ഉള്ളതായി ഏതെങ്കിലും അവിടെയാണ് ഇവിടെയാണെന്ന് പറഞ്ഞുള്ള യാതൊരു വിധമായ ഉപദേശത്തിലുമല്ല, യാതൊരു വിധമായ അങ്ങനെ തെറ്റിദ്ധാരണകളിലൂടെ ഈ വചനം എന്ത് പറയുന്നു, ഈ വചനത്തിൽ കാണണം, ഈ വചനം അത് എന്ത് പഠിപ്പിക്കുന്നു, അത് വേണം നാം പഠിക്കുവാനായിട്ട്. കർത്താവിൽ നിന്ന് വേണം പഠിക്കുവാനായിട്ട്. അപ്പോൾ അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. സത്യത്തിൽ ക്രിസ്തുവിൻ്റെ സഭയിൽ, യേശു ക്രിസ്തുവിൻ്റെ സഭയിലായിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാന പുരസ്കാരം പറയുവാൻ കഴിയട്ടെ, ഞാൻ ക്രിസ്തുവിനാൽ അഭിഷിക്തനാകുന്നു. ഈ വചനമാണ് ഞാൻ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കൽപ്പിച്ചു തന്നതും ഉപദേശിച്ചു തന്നതും, അപ്പോൾ തന്നെ യേശുവിനെ കണ്ട തൊട്ട് അനുഭവിച്ച അപ്പോസ്തലന്മാർ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ച് തന്നതും ആയുള്ളതാണ് പുതിയ നിയമസഭയിൽ നാം അനുഭവമാക്കേണ്ടതും നാം അംഗീകരിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അവിടെ തന്നെ പറയുന്നു, നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയാലും അത് വ്യാജമല്ല. പിന്നെ എന്താണ്? ഈ ഉപദേശമാണ് സത്യം. യേശു ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ, പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ ഈ തിരുവചനത്തിൽ നിന്ന് കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ട് വേണം സ്തോത്രം ക്രിസ്തീയ സഭയിലെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഒരു ക്രിസ്തീയ സഭയിലെ ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം താൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഈ തിരുവചനം, ഈ പുതിയ നിയമത്തിൽ നിന്ന്, പുതിയ നിയമസഭയുടെ ഉപദേശം എന്ന് പറയുന്നത് പുതിയ നിയമത്തിലാണ്. അപ്പോൾ അവിടെ നിന്ന് പ്രാപിച്ചിട്ട് വേണം ദൈവ സഭയിലുള്ള, ക്രിസ്തുവിൻ്റെ സഭയിലുള്ള ദൈവ മക്കൾക്ക് ഇത് പകർന്ന് പങ്കിട്ട് കൊടുക്കുവാനായിട്ട്. അങ്ങനെയുള്ളവരെ ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ അത് വ്യാജമല്ല, അത് സത്യം തന്നെ ആയിരിക്കാലും അതും നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. ഇപ്പോൾ എത്ര കാര്യങ്ങളായി? ഒന്ന്, ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളിലുണ്ട്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരല്ല. മറ്റൊന്ന്, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിൽക്കണം. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തുവുമായി യാതൊരു പങ്കാളിത്തവുമില്ല. പിന്നെ ഇപ്പോൾ നാം മനസ്സിലാക്കിയത്, അങ്ങനെയുള്ളവർ എവിടെയാണ് വസിക്കുന്നത്? അവർ കർത്താവിലാണ് വസിക്കുന്നത്. അവർ കർത്താവിൻ്റെ സഭയിലാണ് വസിക്കുന്നത്. അവർ കർത്താവിനോട് ഒരുമിച്ചാണ് വസിക്കുന്നത്. എത്ര സന്തോഷകരമായ ജീവിതമാണ് ക്രിസ്ത്യൻ ചർച്ചിലെത്തിയിരിക്കുന്ന, കർത്താവിൻ്റെ സഭയിലെത്തിയിരിക്കുന്ന. ഞാൻ പറയുന്നത് വെറുതെ ഒന്നും പറയുന്നതല്ല. ഞാൻ പറയുന്നത് കർത്താവ് പറഞ്ഞ കാര്യമാണ് പറയുന്നത്, വചനത്തിലുള്ള കാര്യമാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത് എന്താണ്? 16-18 ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കുവാൻ കഴിയാത്തതായ സഭ, അത് സാർവത്രിക സഭയാണ്. ആ സഭയിലുള്ള വ്യക്തികളെ കുറിച്ചാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഉപദേശിച്ചു തരുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അത് നമ്മളിലാണ് വസിക്കുന്നത്. അത് വ്യാജമല്ല, അത് സത്യമത്രേ ആകുന്നു. അപ്പോൾ തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവുള്ളവർക്ക് ദൈവത്തിൻ്റെ ഉപദേശം, കർത്താവിൻ്റെ ഉപദേശം അവർക്ക് അനുദിനവും ദൈവം കൊടുക്കുകയാണ്. സ്തോത്രം. മറ്റൊരു കാര്യം കുറച്ചുകൂടെ വിശദീകരിച്ചു പറഞ്ഞാൽ, യേശു കർത്താവിൻ്റെ സഭയിലുള്ള വ്യക്തികളെല്ലാം
ആ നല്ല ഗുരുനാഥനുമായ യേശുവിനെ ഫോളോ ചെയ്യുന്നവരത്രേ. യേശുവിനെയാണ് അവർ അനുഗമിക്കേണ്ടത്. യേശുവിനെ ആണ് അവർ കേൾക്കുന്നത്. യേശുവിൽ നിന്നാണ് ആയിരിക്കണം കേൾക്കേണ്ടത്. എങ്ങനെ കേൾക്കുമെന്ന് ചോദിച്ചാൽ ഉറക്കത്തിൽ ഒരു അശരീരി കേൾക്കുന്നൊന്നുമല്ല. ഈ വചനം വായിക്കുമ്പോൾ ഈ വചനത്തിൽ നിന്ന് യേശുവിനെ കൂടുതലായി അറിയുവാനായിട്ട് ഇടയായിത്തീരണം. എന്നിട്ട് കർത്താവിൽ നിന്ന് കേൾക്കണം, ആ നല്ല ഗുരുവിൽ നിന്ന് കേൾക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് കൂടെ നിങ്ങൾ വരുവീൻ, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവീൻ. നമുക്ക് അങ്ങോട്ട് പോകണം. ഒരുപാട് ചിന്തകളുണ്ട്. സ്തോത്രം. അപ്പോൾ എന്താണ് കർത്താവിനെക്കുറിച്ച് താനൊരു കാര്യം പറഞ്ഞു, തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞ കാര്യമുണ്ട്. ഞാൻ താഴ്മയും പിന്നെ സൗമ്യതയും ഉള്ളവനാകുന്നു. നമ്മുടെ കർത്താവ് താഴ്മയും സൗമ്യതയും ഉള്ളവനത്രേ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത് ചെല്ലുവാനായിട്ട് പറ്റും, അല്ലേ? വലിയ നേതാക്കന്മാരുടെ അടുത്ത് ചെല്ലണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഏതെല്ലാം നിലകളിൽ അവരെ തന്നെ ഒന്ന് കാണണമെങ്കിൽ, ഈ ആത്മീയഗോളത്തിലെന്നൊക്കെ പറയുന്ന അവിടുത്തെ തന്നെ വലിയ പുള്ളികളെയൊക്കെ കാണണമെങ്കിൽ എന്തുമാത്രം പ്രയാസമാണ്. ഒന്ന് വിളിച്ചാൽ കിട്ടുമോ, അടുത്ത് ചെല്ലാൻ പറ്റുമോ? എന്താണ് അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളൊരു തോന്നൽ അങ്ങ് വെച്ച് പുലർത്തുന്നത് കൊണ്ട്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് വളരെ താഴ്മയും പിന്നെ വളരെ സൗമ്യതയും ഉള്ളവനത്രേ. അതുകൊണ്ട് കർത്താവിൻ്റെ അടുക്ക് നമുക്ക് ചെല്ലാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് കർത്താവിൽ പഠിക്കാൻ പറ്റും. അതേ പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ ജീവിതം മുഴുവനും നമ്മുടെ കർത്താവ് നമുക്ക് വഴികാട്ടിയായി ആമേൻ ഉപദേശം പറഞ്ഞു തന്ന് ആത്മാവിനാൽ നമ്മൾ ഉപദേശിച്ച് നമ്മെ നടത്തുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ആമേൻ. അങ്ങനെയാകുമ്പോൾ ഈ ഗുരുവിൻ്റെ അടുക്കൽ നിന്ന് പഠിക്കുമ്പോൾ ആരായിരിക്കണം? ക്രിസ്തീയ സഭയിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും താരുകളെക്കാളും അപ്പുറത്തായി അങ്ങനെയൊന്നും ബൈബിളിൽ ഇല്ലെന്നേ. പിന്നെ എന്താണുള്ളത്? കർത്താവ് പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ലാസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്താണ്? ആമേൻ. നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ഉപദേശിച്ചുകൊണ്ട് അവരെ നിങ്ങൾ ശിഷ്യരാക്കണം. ശിഷ്യരാക്കി അവരെ ഉപദേശിക്കണം. ശിഷ്യരാക്കിയിട്ട് അവർക്ക് സഭയുടെ തലങ്ങളിലേക്ക് അവരെ എത്തിക്കണം. അതെ, അങ്ങനെയൊക്കെയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞ് ആരെയും ഏതെങ്കിലും ഒരു സഭയിൽ ആമേൻ ചേർത്ത് വെച്ച് പണിതാൽ അത് പിന്നീട് പ്രശ്നമാണ്. അത് ശരിയാവുന്നതല്ല. കർത്താവ് പറഞ്ഞത് ആമേൻ, നിങ്ങൾ എല്ലാ സകല ജാതികളോടും ഈ സുവിശേഷം, ഈ യേശുവിനെ നിങ്ങൾ പ്രസ്താവിക്കുമ്പോൾ അവിടെ വിശ്വസിക്കുന്നവർ കാണും. ആ വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കണം ഉപദേശിച്ചുകൊണ്ട് അവരെ നിങ്ങൾ ശിഷ്യരാക്കണം. ആരുടെ ശിഷ്യനാക്കണം? ഇവിടെ ആരുടെ ശിഷ്യരാക്കി അടിമകളാക്കുകയല്ല, മറിച്ച് കർത്താവിൻ്റെ ശിഷ്യരാക്കി അവരെ സ്വാതന്ത്ര്യത്തിലേക്ക്, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് അവരെ നയിക്കുവാനായിട്ട് നമുക്ക് കർത്താവിൻ്റെ വേലക്കാർക്ക് കഴിഞ്ഞില്ലെങ്കിൽ കഷ്ടമെന്നല്ലാതെ എന്താണ് പറയുവാനായിട്ട് കഴിയുന്നത്? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇവിടെ എങ്ങനെ ഒരു ക്രിസ്തു ശിഷ്യനായിരിക്കാനായിട്ട് കഴിയും? അപ്പോസ്തലനായ പൗലോസിനെ ഞാൻ അതിനു വേണ്ടിയിട്ട് ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് എടുത്ത് ഞാൻ ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. വളരെ നീണ്ടുപോകാനായിട്ട് ഇടയാകരുത് എന്ന് കരുതിയാണ് വളരെ ചുരുക്കമായിട്ട്. അതെ, അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 11, 12, 13, 14 വാക്യങ്ങൾ, ഈ വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഒരു പ്രത്യേകമായ കാര്യം, അത് ഇമ്പോർട്ടൻ്റ് ആണ് പ്രിയപ്പെട്ടവരെ. അതെനിക്ക് പറയുവാനായിട്ടാണ് ആഗ്രഹമുള്ളത്. എന്താണെന്നറിയാമോ? കർത്താവിനോട് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം. ആമേൻ. പൗലോസിനെ കുറിച്ച് നമുക്കറിയാം. എല്ലാവരും അത് വാദോരാതെ ഇഷ്ടംപോലെ വേദികളിൽ പൗലോസിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. പക്ഷേ പൗലോസിൻ്റെ ജീവിതത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, താൻ ഒരു ക്രിസ്തു ശിഷ്യനായി തീർന്നതുകൊണ്ട് താൻ ക്രിസ്തുവിൽ ചില കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ക്രിസ്തു പഠിപ്പിച്ച പാഠങ്ങൾ പഠിച്ചത് പറയുമ്പോൾ ഈ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആ വാക്യത്തെ നമ്മൾ വായിക്കുന്നത് എന്താണ്? ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് താൻ ആരായിരുന്നു? താൻ ധനാഠ്യനായിരുന്നു, താൻ വിദ്യാസമ്പന്നനായിരുന്നു, കഴിവുള്ളവനായിരുന്നു, സമൂഹത്തിൽ വിലയുള്ളവനായിരുന്നു. ഏത് കാര്യവും എങ്ങനെ വേണേലും ക്രമീകരിക്കുവാനായിട്ടൊക്കെ കഴിയുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അപ്പോസ്തലനായ പൗലോസ് എന്നുള്ളത് ശരിയായ കാര്യമാണ്. പക്ഷേ താൻ ക്രിസ്തുവിനെ ജീവിതത്തിൽ രുചിച്ചറിയുവാനിടയായി തീർന്നപ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ പാദാന്ത്യത്തിലേക്ക് തനിക്ക് വീഴുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ, ആ ക്രിസ്തുവിനോട് ചേർന്ന് നുകമേറ്റുകൊണ്ട് താഴ്മയും സൗമ്യതയും ഉള്ളതായ
യേശു കർത്താവിനോട് കൂടെ തനിക്ക് പഠിക്കുവാനായിട്ട് കഴിഞ്ഞു. യേശു തന്നെ പഠിപ്പിച്ചെടുത്ത പാഠം ഇതാ ഒരു പാഠം എന്ന് പറയുന്നത്, ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉള്ള അവസ്ഥ ഏതുമായിക്കൊള്ളട്ടെ, കർത്താവ് ഏതവസ്ഥയിലാണ് വിളിച്ചിരിക്കുന്നത്, ഈവൻ ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിട്ട്, ഇനി ഒരു സഭയുടെ ശുശ്രൂഷകനായിട്ട്, ഇതൊക്കെയല്ലേ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് ഏറ്റവും ഉന്നതമായ ദൗത്യം. അതിൽ സംതൃപ്തിയോടെ ഇരിപ്പാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ പരിശോധിക്കണം. അതെ, എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, സംതൃപ്തിയോടെ ഇരിക്കുവാൻ കഴിയാഞ്ഞിട്ടല്ലേ മറ്റു നേതാക്കന്മാരാകുവാൻ വേണ്ടി, ഏതെങ്കിലും കണ്ണാടിക്കോളുകളിൽ പ്രതിഷ്ഠിച്ച് വെക്കുവാൻ വേണ്ടി, അതിൻ്റെതായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ വേണ്ടി, സ്ഥാനമുണ്ടാകുവാൻ വേണ്ടി, സ്ഥാനത്തിരിക്കുവാൻ വേണ്ടി, മനുഷ്യരാൽ ഉണ്ടാക്കിയെടുത്ത സ്ഥാനത്തിൻ്റെ മേലിലെത്തുവാൻ വേണ്ടി ഇന്നിവിടെ നടക്കുന്നതായ പൈശാചികമായ പ്രവൃത്തികൾ സമൂഹത്തിൽ എന്തുമാത്രമുണ്ട് എന്നുള്ളത് ഒന്ന് വിലയിരുത്തിയിരുന്നെങ്കിൽ ഉള്ള അവസ്ഥയിൽ എന്തുകൊണ്ടിരിപ്പാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, 29 വർഷമാത്തോളമായി ഈ കർത്താവിൻ്റെ വേലയിൽ എനിക്ക് ഈ കൊച്ചു ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ, അതേ ചെറിയ സഭകളിൽ ഒക്കെ ഇരുന്നുകൊണ്ടാണ് ഈ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നത്. എനിക്കെന്തൊരു സംതൃപ്തിയാണെന്നറിയാമോ? എനിക്ക് ഭയങ്കര സംതൃപ്തിയാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ നിനച്ചതിലപ്പുറത്തായി, ഞാൻ ചോദിക്കുന്നതിൽ നിനക്കതിലും അപ്പുറത്തായി, അതിലും അത്യന്തപരമായിട്ട് സംതൃപ്തിയോടെ ഞാനായിരിക്കുന്ന ചെറിയ സഭകൾ, ചെറിയ വഴിയിലേക്ക് നിന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന ആ കൊച്ചു പ്രവർത്തനം കൊണ്ട് എനിക്ക് ഭയങ്കര സംതൃപ്തിയുണ്ട്. ഇന്ന് നേതാക്കന്മാരായി നേതൃസ്ഥാനത്തെത്തിയവർക്ക് സംതൃപ്തിയുണ്ടോ? സമാധാനമുണ്ടോ? വളരെ വിഷമകരമല്ലേ? ഉറങ്ങുവാൻ കഴിയുന്നുണ്ടോ? പ്രശ്നങ്ങളല്ലേ? സ്ഥാനവും മാനവും സമ്പാദ്യങ്ങൾക്കും വേണ്ടി ആമേൻ മുമ്പോട്ട് പോയിട്ട് ഇന്ന് സംതൃപ്തിയില്ല എങ്കിൽ ഒന്ന് മടങ്ങി വരുന്നേ, ഒന്ന് മാനസാന്തരപ്പെടുന്നേ. പിന്നെ സംതൃപ്തിയോടെ ഇരിപ്പാനുള്ള ഒറ്റ മാർഗമെന്ന് പറയുന്നത് കർത്താവിൻ്റെ കൂടെ നടക്ക്. കർത്താവ് പഠിപ്പിക്കുന്നത് പഠിച്ചെടുക്കുവാൻ ഇടയായി തീരട്ടെ. താൻ ഇങ്ങനെ പറയുന്നു, അതെ, ഞാൻ സംതൃപ്തിയോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇത് താൻ പഠിച്ചെടുത്തതാ. ഇത് പ്രാക്ടീസ് ചെയ്യണം പ്രിയപ്പെട്ടവരെ. ഉള്ള അവസ്ഥ എന്താണെന്ന് കണ്ടിട്ട് അതിൽ സംതൃപ്തിയോടെ ഇരിപ്പാൻ കഴിയട്ടെ. അത് പ്രാക്ടീസ് ചെയ്യട്ടെ. എങ്കിൽ മാത്രമേ ഉള്ളൂ സ്തോത്രം, ജീവിതം സന്തോഷകരമായി ഹല്ലേലൂയ തീരുവാനായിട്ട് ഇടയായി തീരുകയുള്ളൂ. താൻ പറയുന്നു, ഞാൻ താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്ക് അറിയാമോ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, താഴ്ചയിലിരിപ്പാനായിട്ടും പിന്നെ സമൃദ്ധിയിലിരിപ്പാനായിട്ടും എല്ലാം അറിയാമോ? അത് അറിയുക എന്ന് പറയുന്നത് പഠിക്കുമ്പോഴാണ് അറിയുന്നത്. എനിക്കറിയാം. താൻ തൻ്റെ ഇടത്തോടെ പറയുന്നു, എനിക്കറിയാം, ഞാൻ പഠിച്ചു. യേശു എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും പിന്നെ ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. ഈ വാക്യം ഒന്ന് സമയം പോലെ ഒന്ന് വായിച്ചിട്ടൊന്ന് ധ്യാനിക്കണമേ. ഈ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, കൃത്യമായി ക്രിസ്തുവിൻ്റെ ആത്മാവ് വസിക്കുന്നെങ്കിൽ ഇത് വെളിപ്പെടുത്തി നൽകുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ സ്തോത്രം, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഈ ക്രിസ്തുവിൻ്റെ സഭയിലുള്ള ഓരോ വ്യക്തികളും അവർ ജയിക്കുവാനായിട്ടുള്ളവരാണ്. അവർ പരാജയപ്പെടത്തില്ല. ഈ വാക്കുകളും വചനങ്ങളും പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ ജീവിതം ഒരിക്കലും ഒരു പരാജയത്തിലേക്കല്ല, ജീവിതം ഒരു ജയത്തിലേക്കും ഒരു സന്തോഷത്തിലേക്കും തീർച്ചയായും എത്തുവാനായിട്ട് സംതൃപ്തിയോടെ ഇരിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ അടുത്ത ഭാഗം വീണ്ടും കർത്താവിൻ്റെ ഒരു താമസമുണ്ടെങ്കിൽ കേൾക്കുവാൻ കർത്താവ് ഇടവരുത്തുമാറാകട്ടെ. യഹോവയുടെ പരിശുദ്ധ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.